കാരണം നമുക്ക് തലേന്ന് കിടക്കുമ്പോൾ അറിയില്ല പിറ്റേന്ന് രാവിലെ എണീക്കുമെന്നുള്ളത്. സോ നമുക്ക് ഒരു ദിവസം കൂടി ഈ ഒരു ഭൂമിയിൽ തരുമ്പോൾ നമ്മൾ ആദ്യം ദൈവത്തിനോട് നന്ദി പറയണം. കരാഗ്രേ വസുദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേക്കർ ദർശനം. ഇതാദ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങണം എന്നാണ് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയുമോ എന്ന് പോലും എനിക്കറിയില്ല. ഞാനിത് പഠിച്ചിട്ടുള്ളത് പണ്ട് ഞാൻ ഗീതാ ക്ലാസ്സിന് പോയത് കൊണ്ടുമാണ്. എന്ന് ഞാൻ നിർത്തിയോ അതിനുശേഷം എനിക്കൊന്നും അറിയാനും പാടില്ല. അതിനുശേഷം നമ്മൾ ബെഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അന്ന് മുതൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ആ ഭൂമിദേവിനെ ചവിട്ടിയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. സോ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഭൂമിദേവിയോട് സോറി പറയും, ക്ഷമ പറയും. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വം. രാവിലെ മുതൽ ഞാൻ വൈകിട്ട് വരെ ചവിട്ടാൻ പോവാണ്, ക്ഷമിച്ചേക്കണേ. ഇതൊക്കെ എവിടെയാണ് നമ്മളെ പഠിപ്പിക്കുക? ഏത് സംസ്കാരത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? സന്ധ്യാനാമം ചൊല്ലുന്നത് ആരുടെ വീട്ടിൽ ചൊല്ലും? ഇപ്പോൾ സീരിയലിന്റെ സൗണ്ടാണ് എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്. കണ്ടോ, എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ, ഞാനും ടി വി ജീവിക്കുന്ന ആളാണ്. എന്നിരുന്നാൽ പോലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിറ്റേഷനാണ് സന്ധ്യാനാമം. ഒരു ദിവസത്തെ നമ്മുടെ ഈ ഒരു ദൈനംദിന ജീവിതത്തിൽ ഇത്രയും സ്ട്രെസ്, ഇത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇത്രയും ഓടുന്നു, ലോണ്, പ്രശ്നങ്ങൾ, ഒരു രക്ഷയില്ല. കുട്ടികൾക്ക് പഠിക്കുന്നു, ഹോംവർക്ക്, ഹെക്റ്റിക് വർക്ക്. അതിന്റെ ഇടയ്ക്ക് അരമണിക്കൂർ നമ്മൾ